ശ്രീനാരായണ ഗുരു അവിവാഹിതനാണ്. പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇത് മാത്രമല്ല കേട്ടോ സർ, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം ശിവഗിരി മഠത്തിലെത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ കാലാതീതമാണ്, വഴികാട്ടിയാണ്. ശിവഗിരിയിൽ വരാൻ സാധിച്ചത് എൻ്റെ ഒരു ബഹുമതിയായിട്ട് കാണുന്നു. സത്യത്തിന്റെയും അഹിംസയുടെയും പാത പിന്തുടരണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാളും ഹിന്ദു വിരോധം കൊണ്ടു നടന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? അല്ല, അത് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം, കറുത്ത കോട്ട്, ആ കോട്ടിൻ്റെ മുകളിലൂടെ പൂണൂലിട്ടിട്ട് ഐ ആം എ ബ്രാഹ്മിൻ എന്ന് പറയുന്നൊരു രംഗം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ലോകത്തൊരാൾ ഇന്ന് വരെ ഷർട്ടിൻ്റെ മുകളിലൂടെയോ കോട്ടിൻ്റെ മുകളിലൂടെയോ പൂണൂലിടില്ല. പൂണൂൽ എപ്പോഴും ശരീരത്തിൽ പറ്റിക്കിടക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതുപോലും അറിയാതെ പൂണൂലിട്ടാലേ ബ്രാഹ്മണനാകൂ എന്ന് കരുതി ഈ റോമൻ കത്തോലിക്കനായിട്ടുള്ള ഈ മനുഷ്യൻ ചില കോപ്പറാട്ടികളൊക്കെ കാണിക്കാറുണ്ട്. ആ കോപ്പറാട്ടിയുടെ ഭാഗമായിട്ട് നമ്മളിതിനെയും കണ്ടാൽ മതി. പിന്നെ വേറൊരു കാര്യം, വിഡ്ഢിത്തം വിളിച്ചു കൂകാൻ ഇങ്ങനെ മടിയില്ലാത്ത ഒരാൾ വേറെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏതെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കാനോ ശ്രീനാരായണ ഗുരുവിൻ്റെ സംഭാവനകൾ എന്താണെന്ന് മനസ്സിലാക്കാനോ കഴിയാതെ ഏതോ ഒരു PR-കാരൻ എഴുതി കൊടുത്ത കാര്യം കാണാതെ പഠിച്ചിട്ട് അവിടെ ഒന്ന് ഛർദ്ദിക്കുകയാണ്. ശ്രീനാരായണ ഗുരു വിവാഹിതനാണ്, അതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിന് വേണ്ടി പെണ്ണ് കണ്ടതും അന്നത്തെ ആചാരമനുസരിച്ച് വരനില്ലെങ്കിൽ വരൻ്റെ സഹോദരിക്ക് താലി കെട്ടി കൊണ്ടുവരാം ഈ സ്ത്രീയെ. അങ്ങനെ ആ വരൻ്റെ സഹോദരി പോയി താലി കെട്ടി കൊണ്ടുവന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരു അന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സംഭവം. അപ്പോൾ അദ്ദേഹം വിവാഹിതനാണ്, പക്ഷേ തൻ്റെ ബ്രഹ്മചര്യത്തിലുള്ള നിഷ്ഠ കൊണ്ട്, നൈഷ്ഠിക ബ്രഹ്മചര്യം ആയതുകൊണ്ട് അദ്ദേഹം അതിൽ പങ്കെടുക്കാതെ പോയി എന്നുള്ളതാണ്. ഇനി ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഞാനും അവിവാഹിതനാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അതാരെങ്കിലും വിശ്വസിക്കും? അല്ല, ഞാനും ശ്രീനാരായണ ഗുരുവും, അതാണ് ഈക്വാലിറ്റി. വല്ലാത്തൊരു അബദ്ധമല്ലേ സർ? അല്ല, അങ്ങനെയല്ല. അഹങ്കാരത്തിന് കയ്യും കാലും പിന്നെ ചിറകും കൂടി വെച്ച് കഴിഞ്ഞാൽ ആരാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആകും എന്ന് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് തനിക്ക് ശ്രീനാരായണ ഗുരുവും താനും തുല്യനാണ് എന്ന് ഒരു വ്യംഗ്യത്തിൽ ധ്വനിപ്പിക്കാനുള്ള ആ ഒരു ശ്രമമുണ്ടല്ലോ, അതൊക്കെയെന്ന് പറഞ്ഞാൽ മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ അവർ പോലും പറയാത്ത, അവർ ഒരുപക്ഷെ ഇങ്ങനെയൊരു പിൻതലമുറ ഉണ്ടാകുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം അതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ, അല്ലെങ്കിൽ അത് മനഃപൂർവ്വമായിട്ട് പറയുന്നത് പോലെ തോന്നുന്നില്ല സർ? അല്ല, ജന്മസിദ്ധമായിട്ട് പറയുന്നതാണ്. അങ്ങനെ പറയാൻ പറ്റും. ഒന്ന്, ഇദ്ദേഹത്തിന് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയ ഒരാളല്ല. ഈസ് നോട്ട് പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ്. അതെന്താണ് സർ അങ്ങനെ പറഞ്ഞത്? അയാൾ എഡ്യൂക്കേറ്റഡ് അല്ല. അവിടെ അയാൾ വിദേശത്തു നിന്ന് എടുത്താണ്, ഓക്സ്ഫോർഡിൽ നിന്നാണ് മറ്റൊരു, അത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ബിരുദമാണ്. ഈ എല്ലാ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും എല്ലാ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിലും മറ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലും 2 സ്ട്രീമുണ്ട്. അവിടെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങളുടെ മികവ് കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും, കാശ് കൊടുത്താലും കിട്ടും. 2 സ്ട്രീമാണത്. കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ബിരുദം അവരൊന്നിനും ഉപയോഗിക്കില്ല അവിടെ. ഇവിടെ വരുമ്പോൾ ഓക്സൺ എന്ന് എഴുതി വെക്കും, ഓക്സ്ഫോർഡിൽ നിന്നാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. കാശ് കൊടുത്ത് തന്നെ, ഈ ഫിനാൻസ് പണം കൊടുത്ത് തന്നെ ബിരുദം നേടിയ ഒരാളുടെ പേരാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഈ രാജീവ് ഗാന്ധി. ഇവരൊക്കെ അങ്ങനെയാണ്. ഇവരെല്ലാവരും വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് പഠിച്ച് ജയിച്ച് വന്നിട്ടുള്ളവരല്ല. അവരുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ കുറവുമാണ്. അവർ പ്രോപ്പറായിട്ടല്ല, അവരെല്ലാവരും ഈ പൈസ കൊടുത്ത് വാങ്ങി വന്നിട്ടുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡേ അല്ല.
ആ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല അങ്ങേർക്ക്. നിങ്ങൾ അങ്ങേര് പാർലമെൻറ്റ് ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്ക്, ഒരു അരമണിക്കൂർ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കാൻ ഇയാൾക്ക് കഴിയില്ല. അരമണിക്കൂർ തൊട്ട് 10 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കാൻ കഴിയില്ല. അല്ല, അപ്പം ഡിസ്റ്റർബ്ഡ് ആകും. ഒന്നുകിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അല്ലാതെ ഒരു പാർലമെൻറ്റിലിരിക്കുന്ന സമയത്ത് ഇത് പാർലമെൻറ്റാണെന്നും ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ താൻ പ്രതിപക്ഷ നേതാവെന്ന നിലക്ക് ബാധ്യസ്ഥനാണെന്നുമുള്ള ബോധ്യത്തോടു കൂടി ഇരുന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള കഴിവ് അങ്ങേർക്കില്ല. അങ്ങേരെ കൊണ്ടാണ് ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങേര് ഇവിടെ വന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം കാലാതീതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് ഞാനൊരു അദ്വൈതിയാണെന്നാണ്. എന്ന് വെച്ചാൽ അദ്വൈത വേദാന്തം കാലാതീതമായ ദർശനമാണ് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടാകണം. ആ അദ്വൈത വേദാന്തത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സനാതനധർമ്മവുമാണ്. ആ സനാതനധർമ്മം ശരിയാണ് എന്ന അർത്ഥത്തിലാണോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം വിശദമാക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നില്ലല്ലോ. കാരണം ഈ സനാതന ധർമ്മത്തെ ഒക്കെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ അവിടെ നിന്നുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഡയലോഗ്സും എല്ലാം വരുന്നത്. അപ്പൊ ഇപ്പോ ഈ ഒരു ഇലക്ഷൻ അടുത്ത സാഹചര്യത്തിലാണല്ലോ. അതെ, ഇതിപ്പോ വോട്ട് ലക്ഷ്യമിട്ട്, അതായത് ഒരാൾ വന്നുകൊണ്ട് പറയുന്നത് ഞാൻ ഹിന്ദു തീവ്രവാദത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കും, ഇസ്ലാം തീവ്രവാദത്തെ സംരക്ഷിക്കുമെന്ന് ആര് പറയുന്നു? ജാഥ ക്യാപ്റ്റനായിരുന്ന സതീശൻ പറയുന്നു. ഇദ്ദേഹവും അവിടെ വെച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ മുസ്ലിം ഫസ്റ്റ് എന്ന് ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മുസ്ലിം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് ജന്മസിദ്ധമായി തന്നെ തൻ്റെ ജാതി ബന്ധം അനുസരിച്ചും മതബന്ധം അനുസരിച്ചും ക്രൈസ്തവരുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം അദ്ദേഹം ഒരു റോമൻ കത്തോലിക്കനാണ്. ആ റോമൻ കത്തോലിക്കനായിട്ടുള്ള അതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് തുറന്നു പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ റോമൻ കത്തോലിക്കനായിരിക്കുന്ന അദ്ദേഹം, അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം ഇനി കുറച്ച് ഹിന്ദു വോട്ട് കൂടി കിട്ടണം. ആ ഹിന്ദു വോട്ട് കിട്ടുന്നതിന് വേണ്ടി പോയിട്ടാണ് അവിടെ പോയിട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീനാരായണ ഗുരു അദ്വൈത വേദാന്തിയാണ്. ആ അദ്വൈത വേദാന്തമാണ്, അത് ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈത വേദാന്തമാണ് താനും പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ആവർത്തിച്ച് വായിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും അദ്ദേഹം വിശദമാക്കിയിരിക്കുന്നത് അദ്വൈത വേദാന്തമാണ്. ആ അദ്വൈത വേദാന്തത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സനാതനധർമ്മമാണ്. ആ സനാതനധർമ്മത്തെ ഇദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അദ്ദേഹം അവിടെ അംഗീകരിച്ചാൽ നിലവിലെ സ്ഥിതിയിൽ ഇവിടെയുള്ള അല്ല, സനാതനധർമ്മത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ബാക്കി മതങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. സനാതനധർമ്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് അംഗീകരിക്കേണ്ടി വരും. സത്യം കേവല സ്വഭാവമായതുകൊണ്ട് അതിനെ അറിയുന്നവരും പറയുന്നവരും പലതായി അറിയുകയും പറയുകയും ചെയ്യുന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ബാക്കി പ്രവാചക മതങ്ങളെല്ലാം പറയുന്നത് ആ ഒരൊറ്റ മതവും ഒരേ ഒരു പ്രവാചകനും ഒരേ ഒരു ഗ്രന്ഥവും മാത്രമാണ് ശരിയെന്നാണ്. ഇവിടെ അങ്ങനെയല്ല സാർ. ഇവിടെ ഒരേ ഒരു പ്രവാചകൻ്റെ ശല്യമില്ല. ഒന്നിലേറെ ഗ്രന്ഥങ്ങളുണ്ട്, ഒന്നിലേറെ ജീവിത രീതികളുണ്ട്. അപ്പോൾ ഈ പലമത സാരവും ഏകം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. വിവിധ മതങ്ങളുടെ സാരാംശം കേവലത്വമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് അംഗീകരിച്ചിട്ടില്ല ബാക്കി മതങ്ങൾ. ഇസ്ലാം മതവും ക്രിസ്തു മതവും ഇത് അംഗീകരിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഒന്നും അറിയാതെ പോയിട്ടാണ് വിഡ്ഢിത്തമേ ജീവിതത്തിൽ പറയൂ എന്ന് വാശിയോടുകൂടി ഇദ്ദേഹം അവിടെ പോയി പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ പപ്പു എന്ന് വിശേഷിപ്പിക്കാറില്ല, പക്ഷേ ഇത് കാണുമ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് തെറ്റല്ല എന്ന് തോന്നിപ്പോകുന്നു. കാരണം ഇത് ഒരു ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു യുഗപ്രഭാവനായ ഒരാൾ, കാരണം ഒരു ലോകത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തിട്ടുള്ള ഒരാൾ, ആ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തന്നേക്കാൾ മഹാനാണ് എന്നുള്ള മിനിമം ബോധ്യം വേണ്ടേ? ഇതതില്ല. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, ഞാനും വിവാഹം കഴിച്ചിട്ടില്ല, അപ്പം ഞങ്ങൾ രണ്ടുപേരും തുല്യരാണെന്നാണ് ഞാനൊന്നും പറയുന്നില്ല ഇദ്ദേഹം പറയുന്നത്.
എന്തൊരു വൃത്തികേടാണത്. ഗുരുവിനെയൊക്കെ അധിക്ഷേപിക്കുന്നതിന് ഇതൊക്കെ അറിയണ്ടേ? പ്രസംഗം എഴുതി കൊടുക്കുന്നവർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉപദേശകനായിട്ട് നടക്കുന്ന കെ.സി. വേണുഗോപാലിന് ഇതെങ്കിലും ഇതറിയേണ്ടതല്ലേ? കെ.സി. വേണുഗോപാൽ നല്ല വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പഠിച്ചിട്ടുള്ള വിഷയങ്ങളിലെല്ലാം റാങ്ക് വാങ്ങി ജയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇത് വായിച്ച അല്ലെങ്കിൽ കേട്ട് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലേ? ഇങ്ങനെ വന്ന് ഈ വിഡ്ഢിത്തം അവിടെ പോയെന്ന് പറയാമോ? പറയാൻ പാടില്ലല്ലോ. കാരണം ഇത്രയും ഒരു ലോകത്തിന് വെളിച്ചമായി നിൽക്കുന്ന ഒരു മഹാപുരുഷനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തോടുള്ളൊരു വിനയം ഉണ്ടാകണ്ടേ? ആ വിനയമില്ലാതെയാണ് ഈ വിഡ്ഢിത്തങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിനെ പ്രജിത പറഞ്ഞ രീതിയിൽ തെരഞ്ഞെടുപ്പിന് ഇത് ഒരു സഹായമായി വോട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞേക്കണതാണ്. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം.